ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങള് ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്, തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. എറണാകുളത്ത് നിന്നൊരു 60 കിലോമീറ്റേഴ്സ് അപ്പുറം, ആലുവയിൽ നിന്നൊരു 40 കിലോമീറ്റേഴ്സ് അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ ഇറങ്ങി കിട്ടും, കുറച്ച് ട്രാഫിക് ഒക്കെ കിട്ടാതിരിക്കാൻ വേണ്ടി. അപ്പൊ പോകുന്ന വഴിയിലത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയില് കാണിച്ചു തരാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മള് കുറെ ബേർഡ്സിനെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതില് മറ്റേ പോയി നോക്കട്ടെ, പറ്റുവാണെങ്കിൽ വീഡിയോസ് ഒക്കെ എടുക്കാം. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലാരും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ പരിപാടി. ആരും കഴിച്ചില്ല. എത്ര വേണം? വെൽക്കം ബാക്ക് ടു അവർ മിനി കാർ ഹോം. ഇതൊരു 4 BHK ഹോം. ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ് മോനെ അതാറുള്ള അത് പരിപാടികളാണ്. അത് മറ്റൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ ചൊല്ലിയത് ഇവ രണ്ടാളും സ്ട്രാപ്പ് അങ്ങെങ്ങി മാറിയത്. ഒന്നിന് ബ്ലൂ, അത് എടുക്കണ്ട. ഒരു ചായക്കട കണ്ട് നിർത്തി. എണ്ണേ അമ്പയാ? എല്ലാരും ഓർഡർ പുഴയോരം ടീ ഷോപ്പ്. രണ്ടിടത്തിനെ ഒന്ന് വാപ്പി കഴിയുന്നേ. കുഞ്ഞിക്കനി വേണം. ആ ബീലും കുഞ്ഞി സംഭാരം ഉണ്ടോ ചേട്ടാ? ഹായ്, ഒരു അടിപൊളി സ്ഥലം. പണ്ട് ഇത് പക്കാലേക്കാഞ്ഞ് കണ്ടേ, അത് നോക്ക. ഷട്ടർ തുറന്നാ വരും. ചേച്ചി പൊലിച്ചതാ. ಈಗ ചേച്ചി ഉമ്മയെ കട്ടിച്ചു. ഒരു പൈസക്കാരി ഇവിടെ ഒന്ന് ആലോചിക്കരുത്. എല്ലാരും ചതിച്ച് ആരും ഉണ്ടാവാൻ പാടില്ല. മറ്റേ പ്ലെയിൻ സോഡ ഉണ്ടോ?
നേര് ഏത് പട്ടിക്കാട്ടും ഭയങ്കര റേറ്റ് വിളിച്ചാൽ കട്ടായി കട്ട എല്ലാരും ഇല്ലാത്തോടത്ത് ഭൂതത്താൻ കെട്ട് സോഡ വേണോ കുഞ്ഞിക്ക്? ഷട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ വെള്ളം വരും. ഇതൊക്കെ കണ്ടില്ലേ ബോട്ട്, പിന്നെ ഇവിടെ ബോട്ട് റൈസ് ഇതൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു, റൈഡൊക്കെ ഉള്ളതായിരുന്നു തോന്നുന്നു. അതാ അമ്പ നോക്ക, അമ്പ എല്ലാ കളറിലും അമ്പ ഉണ്ട്. അപ്പൊ ഒരു പേര് നോക്കി ഇവിടെ എല്ലാം അങ്ങനെ നമ്മൾ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി എത്തിയിട്ടുണ്ട്. ഈ ഇങ്ങോട്ട് വരുന്ന വഴികൾ തന്നെയാണ് കേട്ടോ സൂപ്പർ, അടിപൊളി ഡ്രൈവായിരുന്നു. പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ഓരോന്നിൻ്റെയും ഫീ എഴുതിയിട്ടുണ്ട്. പിന്നെ ബഗ്ഗി വേണമെന്നുള്ളവർക്ക് ബഗ്ഗി ബുക്ക് ചെയ്യാം. പെർ പേഴ്സൺ 30 rupees ബഗ്ഗീൻ്റെ ചാർജ്. തട്ടേക്കാട് എത്തി. ഇത് ഇവിടെ നിന്നാണ് ടിക്കറ്റ് കൗണ്ടർ. വന്നിട്ട് റൈറ്റ് സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ബഗ്ഗി പ്രിഫർ ചെയ്യുന്നവർക്ക് ബഗ്ഗി യാത്രയുണ്ട്. അപ്പോൾ കാടിനുള്ളിൽ കൂടെ നമുക്ക് ബഗ്ഗിയിൽ കുറച്ച് കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞു. കാടിൻ്റെ ഉള്ളിലേക്ക് ഒരു ബഗ്ഗി യാത്രയുണ്ടെന്ന് പറഞ്ഞു. ഒരു 5 minutes ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നടക്കാൻ കുറച്ചുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബഗ്ഗിയിൽ കയറി. അടിപൊളിയാണ് കേട്ടോ, കാണാൻ തന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ടെന്ന് തോന്നി. മയിൽ കണ്ടി മയിൽ നിങ്ങളുടെ മുട്ടി ഞങ്ങൾ പഞ്ചായത്ത് ഡാം പുലി അതായിരിക്കും ആകെ കാണാന്. പൊതുവെ കാണാത്തെ, പക്ഷെ അതിനൊരു സമയം കൊണ്ട് ബഗ്ഗി ഒരു ഇത്ര ടൈം വരെ ഉള്ളൂ കേട്ടോ. കുറച്ച് ഡിസ്റ്റൻസ് വരെ ബഗ്ഗി യാത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊരു 800 meters ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കണം. ബേർഡ്സിന്റെ ഒക്കെ സൗണ്ട് കേൾക്കാം. ഈ ഓർണിത്തോളജി ഒക്കെ പഠിച്ചവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അതേത് ബേർഡാണെന്നുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടും. അതേപോലെ ബേർഡ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നവരൊക്കെ ഇല്ലേ, അവർക്ക് അടിപൊളി സ്പോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കേ, ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ഏറ്റവും ആപ്റ്റായിട്ടുള്ള ടൈം ഏർലി മോർണിംഗ് ആണെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഒരുപാട് ബേർഡ്സ് ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ ചിലപ്പോൾ സൺസെറ്റിൻ്റെ സമയത്തും അത് തിരിച്ച് വരുന്ന ഒരു ടൈമാണ്. ഞങ്ങൾ ഇൻ ബിറ്റ്വീനാണ് പോയത്, അതുകൊണ്ട് അധികം ബേർഡ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരുപാട് ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് കാലം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്പീഷീസിനെ റിസർച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരെങ്ങനെ ഒരുപാട് കാലം ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് അതിനെ ഒബ്സർവ് ചെയ്യാറുണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ബാക്കുകാരെല്ലാം എടുക്കണങ്ങാന്ന് നമ്മള് മറ്റേ വീഡിയോ എടുത്തിട്ട് ഇതേ നമുക്ക് കേരളത്തിൽ ഇവിടെ 340 ഫീറ്റ് സാം പിടിച്ചോ.
നമ്മുടെ ഒരു ബഗ്ഗി യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തി. ഇനി ഇവിടെ സ്നേക്ക് പാർക്കും കുറച്ച് കാണാനൊക്കെ ഉണ്ട്, ബട്ടർഫ്ലൈ പാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒന്ന് പോയി കാണാം. ഇവിടെ അടുത്ത് ഒരു രാജവെമ്പാല, അതേപോലെ സ്നേക്കിൻ്റെ 2 സ്ഥലത്ത് ഇതിട്ടിട്ടുണ്ട്. തുലി ഉരിച്ചു വിട്ട വേണ്ടി അവിടെ മേൽ നോക്കും, മേല് തുലി ഉരിച്ചു വിട്ട വേണ്ടി. പിന്നെ കോബ്ര ആകാറുണ്ട്. ഇതൊക്കെ എത്ര തുലിയല്ല ഉരിച്ചിട്ടുണ്ട്. സാധനം ഇതിനുള്ളു ബ്ലാക്ക്. അതിനെന്തോ ചൊല്ലുണ്ടല്ലോ. സത്യമായ പേടിയാവുന്നു. ഇതിൻ്റെ ക്ലോസ്ഡ് ആണേ, കുഴപ്പമില്ല. പക്ഷെ ഇത് ഓപ്പണാ, അതുകൊണ്ട് പേടിയാവുന്നു. എവിടെ? ഓ, ഇത് ഓപ്പൺ ആണ്, പക്ഷെ അത് പേടിയാവുന്നു. പക്ഷെ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറയണേ, അതെന്തിനാ പറ്റില്ലാത്ത. അത് പെരുമ്പാമ്പ്. അത് കടിക്കോ? കോളിക്കാർപ്പല്ലേ? കോളിക്കാർപ്പാണോ? അല്ലല്ല, വലുത്. ആ, വലിയ മീനുണ്ട്. പാടത്തിനൊക്കെ പോകും. രാജവെമ്പാല, കിങ് കോബ്ര. ഇതൊക്കെ എന്തൊരു ചെടി, ഫീച്ചിങ് പോലത്തെ. ഇവിടെ എല്ലാം തണ്ണീർ. വീഡിയോ എടുക്കണ്ട. ഇറങ്ങ. ബട്ടർഫ്ലൈ പാർക്ക്. ബട്ടർഫ്ലൈ ഒന്നും ഇല്ലല്ലോ. പാർക്ക് അത് പിന്നെ ഗോൾഡൻ. ആ, ഇവിടെ ബട്ടർഫ്ലൈസ് ഉണ്ടാവും. പിന്നെ ഓരോ സീസൺ അനുസരിച്ചായിരിക്കും, ഈ സമയത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത്യാവശ്യം ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നമുക്ക് കണ്ടില്ല കേട്ടോ. പക്ഷെ ഫോട്ടോസ് തന്നെ ഒക്കെ അടിപൊളി. ബട്ടർഫ്ലൈസ് അതും ബട്ടർഫ്ലൈസിനെ മാത്രം കണ്ടില്ല. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഒക്കെ കണ്ടിട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇത് ഞാനൊരു പ്രാവശ്യം മുമ്പ് വന്നിട്ടുണ്ട്. ഇഞ്ചത്തൊട്ടി എന്ന് പറയും, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാനാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ കയാക്കിങ് അങ്ങനെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിസംബർ 25 ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഭൂതത്താൻ കെട്ട് ആ ഡാമിൻ്റെ
ഷട്ടർ ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ അത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടാണ് ഇവിടെയൊക്കെ കയാക്കിംഗ് ഒക്കെ തുടങ്ങുള്ളൂ. അത്യാവശ്യം നല്ല ഒരു രീതിയിൽ ആ ലെവൽ വരെ വെള്ളം വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അന്ന് വന്നപ്പോൾ കുറേ കയാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വാ നമുക്ക് ആ സൈഡ് പോയി നോക്കാം. അതെ, അന്ന് വന്നപ്പോൾ വിചാരിച്ചത് ജസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ മാത്രമാണ്. പക്ഷെ അക്കരേന്നും ഇക്കരേന്നുള്ള ഒരു ആൾക്കാരെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് കൂടിയാണ് കേട്ടോ. അടിപൊളി. കുറേ കാണണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ അന്ന് ഇഞ്ചത്തൊട്ടി പോയി വന്നതിന് ശേഷം ഇവളെപ്പോഴും പറയുമായിരുന്നു ഇഞ്ചത്തൊട്ടി പോയി. അടിപൊളി. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. നാക്ക് വന്നെടുത്തോ എമ്പി. കാന്താരിമുളക് വേണം ചെയ്യേണ്ടതാണ്. മുന്നറിയിപ്പും കാട്ടിപ്പോ സെക്രട്ടറി പാഷൻ ഫ്രൂട്ടില്ലേ ചോദിച്ചു. ആ അത് സോഡ വെച്ചിട്ട് തന്നെയാ? സോഡ മതിയോ? വെള്ളം വേണോ? സോഡ തന്നെയാ. പാഷൻ ഫ്രൂട്ട്. അങ്ങനെ നമ്മളിവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. വേറെ വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലയെന്ന് കണ്ടിട്ട് പിന്നെ നിന്നിട്ട് വലിയ കാര്യമില്ലല്ലോ. അങ്ങനെ തിരിച്ചു പോവാണ്. എന്നാലും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഏതെങ്കിലും ഒരു ട്രാവൽ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. കാരണം നമ്മളൊരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിലൊക്കെ വന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.